ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷെയർ ചാറ്റിൽ എങ്ങനെയാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക, ഇതൊക്കെയാണ് കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഷെയർ ചാറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അലോ കൊടുക്കുക, നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പം പുതിയതായിട്ട് ഒരാൾ ഓപ്പൺ ആക്കുന്നതാണെങ്കിൽ ഡയറക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഹോമിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. ഓൾറെഡി നമ്പർ കൊടുത്തതാണെങ്കിൽ പ്രൊഫൈലിലേക്കായിരിക്കും പോകുന്നുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുത്ത് OTP റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ OTP വരുന്ന സമയത്ത് പിന്നെ നമുക്ക് നെയിമും കാര്യങ്ങളും ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പം പുതിയൊരാളാണെങ്കിൽ നെയിമും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്നതായിരിക്കും ഷെയർ ചാറ്റിൻ്റെ ഹോം പേജ്. അതായത് ഹോം പേജിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ ചെക്ക് ചെയ്യാം അതാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ഒരു ഏറ്റവും മുകളിലായിട്ട് ടോപ്പിൽ ഒരു ആളുടെ ചിഹ്നം ഉണ്ടാകും, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ പ്രൊഫൈലാണ് ഇത് കാണുന്നത്. ഈ ഒരു പ്രൊഫൈൽ കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പം ഇവിടെ നമുക്ക് പ്രൊഫൈൽ എഡിറ്റ് പ്രൊഫൈലിന് ഉള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നെയിമും കാര്യങ്ങളൊക്കെ പിന്നെ എഴുതുക, അതേപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ നമ്മളെ ബർത്ത്ഡേ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് പ്രൊഫൈൽ തൊട്ടതിന് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള ഗാലറി എന്നുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഗാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ഇങ്ങനെയുള്ളൊരു ഇതായിരിക്കും വരും നമ്മുടെ പ്രൊഫൈലൊക്കെ മാറിയിട്ട്. പിന്നെ നമുക്ക് ഒരാൾക്ക് എങ്ങനെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അതേപോലെ ഈ ഏറ്റവും ടോപ്പിൽ കാണുന്ന 3 ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്തിട്ട് വാട്സപ്പിലേക്കാണോ അല്ല കോപ്പിയാണോ ലിങ്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആർക്ക് വാട്സപ്പിലേക്കാണ് വാട്സപ്പ് സെലക്ട് ആയി കൊടുക്കുക. നമുക്ക് 2 വാട്സപ്പ് ഏതിലാ വാട്സപ്പിലേക്ക് സെലക്ട് ആയി കൊടുക്കുക. അതേപോലെ കോപ്പി ചെയ്യുകയാണെങ്കിൽ കോപ്പി ചെയ്യുക. ഇതാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, പ്രൊഫൈൽ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടതൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് ലൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ലൈവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇതാണ് ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് ഷെയർ ചെയ്യുക എന്നുള്ള വീഡിയോ.